നെയ്മർ ജൂനിയർ ചെക്കന് തീരെ വയ്യ, കളിക്കാതെ റിട്ടയർ ചെയ്ത് പോകുന്നതാണ് മികച്ച തീരുമാനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ട്രോളുകളാണ് നെയ്മറിന്. ഫസ്റ്റ് മത്സരം ഒരുപാട് ഇഞ്ചുറികൾക്ക് ശേഷം അദ്ദേഹം ഫസ്റ്റ് സാൻഡോസിലെ മത്സരം കളിച്ചു. 2-1 സാൻഡോസ് പരാജയപ്പെട്ടു അല്ലേ. ആ മത്സരത്തിന് ശേഷം നെയ്മറിൻ്റെ ഒരു റണ്ണ് വൈറലായിരുന്നു. ആ റണ്ണ് സംബന്ധിച്ച് നെയ്മറിന് ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ട്. നെയ്മറിന് തീരെ വയ്യ, റിട്ടയർ ചെയ്ത് പോകുന്നതാണ് നല്ലത്. ബ്രസീലൊക്കെ സ്വപ്നം മാത്രം, ബ്രസീലിലെ ഇൻ്റർനാഷണൽ ടീം എന്ന് വെച്ചാൽ വേൾഡ് കപ്പ് കാണുന്നത് ഒരു സ്വപ്നം മാത്രമാണ്, നെയ്മർ റിട്ടയർ ആയി പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ ഒരുപാട് ട്രോളുകൾ നെയ്മറിന് ഇങ്ങനെ ഉയർന്നു വന്നിരുന്നു. തൊട്ട് രണ്ടാമത്തെ മാച്ച് നെയ്മർ സാൻഡോസ് വിയസ് വസ്കോ, രണ്ടാമത്തെ മാച്ചിൽ നെയ്മറിൻ്റെ കിഡിലൻ പെർഫോമൻസ്, അടിപൊളി, 2 അടിപൊളി ഗോളുകൾ, 2 കിഡിലൻ ഫിനിഷിംഗ് അല്ലേ. നെയ്മർ എല്ലാ ട്രോളിവർക്കും കിഡിലൻ ഒരു അടിപൊളി മറുപടിയാണ് നെയ്മർ കളത്തിൽ കാണിച്ചത്. അതുകൂടാതെ സെയിം വിനി റിയൽ മാഡ്രിഡിലിട്ട അതേ സെലിബ്രേഷനും നെയ്മർ അവിടെ കാഴ്ചവെച്ചു. അത്രയ്ക്കും കിഡിലൻ ഒരു മറുപടിയാണ് നെയ്മർ സെക്കൻഡ് മാച്ചിൽ എല്ലാ ട്രോളി ആളുകൾക്കും കാണിച്ചു കൊടുത്തത്. നെയ്മറിൻ്റെ ഈ ഒരു പെർഫോമൻസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഇൻ കേസ് നെയ്മർ ബ്രസീൽ 2026 വേൾഡ് കപ്പ് കളിക്കാൻ ടീമിൽ എത്തുമോ എന്നുള്ള പ്രതീക്ഷകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, നോ ഡൗട്ട്. ഇനി ഫസ്റ്റത്തെ മാച്ചിൽ നെയ്മറിനെ കളിയാക്കിയ ആ ഒരു രംഗം നോക്കുകയാണെങ്കിൽ നെയ്മർ ഫസ്റ്റത്തെ മാച്ചിൽ ഒരിക്കലും ടയേർഡല്ല. നെയ്മർ 90 മിനിറ്റ് കോച്ച് നെയ്മറിനെ ഫസ്റ്റത്തെ മാച്ചിൽ കളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ 90 മിനിറ്റ് ഒരു പ്ലെയറിനെ കൊണ്ട് കളിപ്പിക്കുക എന്ന് പറയുന്നെങ്കിൽ ആ ഒരു പ്ലെയർ അവിടെ ടയേർഡല്ല, അത്രമാത്രം ഫിറ്റായിട്ട് നെയ്മർ കളിക്കുന്നുണ്ട് എന്നുള്ളത് കോച്ചിന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് മാച്ചിൽ 90 മിനിറ്റ് അവസാനിക്കുന്നത് വരെ നെയ്മറിനെ കൊണ്ട് ഗ്രൗണ്ടിൽ കളിപ്പിച്ചത്. അതിനുശേഷം സെക്കൻഡ് മാച്ച് ആണെങ്കിലും നെയ്മർ കിഡിലൻ പെർഫോമൻസ് ആണ്. 2 മാച്ചിലും നെയ്മർ ഇഞ്ചുറി ഒന്നും പറ്റാതെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. സോ ഹോപ്പുകളുണ്ട് നെയ്മറിനെ ആൻസലോട്ടി എടുക്കണമെങ്കിൽ വരുന്ന സാൻഡോസിലെ മാച്ചുകളിൽ നല്ല പെർഫോമൻസ് കാണിച്ചു കഴിഞ്ഞാൽ നെയ്മർ എന്തായാലും ബ്രസീലിൻ്റെ ടീമിലുണ്ടാകും. നെയ്മർ ഉണ്ടെങ്കിലേ ആ കളി കാണാൻ, 2026 വേൾഡ് കപ്പ് കാണാൻ നെയ്മർ ബ്രസീലിൻ്റെ ടീമിലുണ്ടെങ്കിൽ അതൊരു രസമുള്ളൂ അല്ലേ. നെയ്മർ ഉണ്ടെങ്കിൽ അത് രസമുള്ളൂ, അല്ലെങ്കിൽ നെയ്മർ ഉണ്ടെങ്കിൽ ബ്രസീലിൻ്റെ കളി കാണാൻ മറ്റുള്ള ഫാൻസിനും അതൊരു ഭയങ്കര ത്രില്ലായിട്ടുള്ളൂ. നെയ്മർ ഇല്ലെങ്കിൽ ഇല്ല. ബ്രസീലിയൻ മിഡ്ഫീൽഡർ ആയിട്ടുള്ള ലെജൻഡായിട്ടുള്ള ക്ലബേഴ്സൺ പറഞ്ഞ വാക്കുകളുണ്ട്, നെയ്മറിനെ ഞാൻ കാണുന്നത് റൊണാൾഡിഞ്ഞോൻ്റെ ഒരു സ്കില്ലും ഡ്രിബിളിങ്ങിലും ക്ലോസ് ആയിട്ടാണ്. നെയ്മറിന് ശേഷം മറ്റൊരു പ്ലെയർ ബ്രസീലിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ നെയ്മറിൽ അത്രമാത്രം ഹോപ്പാണ് ഒരുപാട് ലെജൻസ് ഒക്കെ കൊടുക്കുന്നത്. ഫാൻസ് ആണെങ്കിലും ലെജൻസ് ആണെങ്കിലും നെയ്മർ തീർച്ചയായിട്ടും കളത്തിലുണ്ടാകണം. നെയ്മർ ഇനിയും നല്ല പെർഫോമൻസ് കാണിച്ചു കഴിഞ്ഞാൽ കളത്തിലുണ്ടായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. നെയ്മറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ഇറ്റ്സ് മീ, സ്കോറേഴ്സ് മൈൻ.